വീടെന്ന് പറയുമ്പോൾ ആ വീടിന് ജീവൻ വേണം. ജീവൻ വേണമെങ്കിൽ ആ വീട്ടിലുള്ളവരുടെ ഹാപ്പിനെസ് ആണ് ആ വീടിന്റെ ജീവൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ 40s ആണ് സെക്കൻഡ് കൗമാരം. 40കളിലാണ് നമ്മുടെ പ്രണയം ഒന്നുകൂടെ കൂടുന്നത്. ഇതാണ് ശരിക്കും ലൈഫ്. ആ ലൈഫിനനുസരിച്ചിട്ടുള്ള വീടുകൾ എപ്പോഴും സ്വപ്ന സുന്ദര മനോഹര ഭവനങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. നമസ്കാരം, ഞാൻ വിഷ്ണു. വീടുമായി വിഷ്ണുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം സിറ്റിക്ക് നടുക്കാണ്. 6 സെന്റിൽ 2700 സ്ക്വയർ ഫീറ്റിൽ വെള്ളരിപ്രാവിനെ പോലെ സുന്ദരിയായിട്ടുള്ള ഒരു സ്വപ്ന ഭവനം പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് 6 സെന്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 6 സെന്റിൽ നിർമ്മിച്ചു എന്നുള്ളതല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇത് ട്രിവാൻഡ്രം സിറ്റിക്ക് നടുക്കാണ്. അത് മാത്രമല്ല 2700 സ്ക്വയർ ഫീറ്റിൽ ഈ പ്രോപ്പർട്ടിയിൽ ഈ വീട് നിർമ്മിച്ചത് എങ്ങനെ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഇതിൻ്റെ ഒരു സൂപ്പർ ആർക്കിടെക്ട്, അതായത് നമ്മളുടെ രണ്ടാമത്തെ വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ വീട് നമ്മൾ കാണിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രൊജക്ട് നമ്മൾ കാണിക്കുന്നത്. വെൽക്കം ആനന്ദ്. ഹലോ വിഷ്ണുട്ടോ, സുഖമാണോ? സുഖം. അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു, നല്ല രീതിയിൽ പോകുന്നു. പ്രോജക്റ്റുകളൊക്കെ നല്ല മഴയുണ്ടല്ലേ? നല്ല മഴയുണ്ട്. ആനന്ദേ, സത്യത്തിൽ നീ ഞെട്ടിച്ച് കളഞ്ഞു. ഈ സംഭവം, ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് ശരിക്കും ലെങ്തിലാണ് ഈ പ്രൊജക്ട്, ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. ഈ പ്രോപ്പർട്ടി പിന്നെ റോഡിൽ നിന്ന് കുറച്ച് ഹൈറ്റിലുമാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഈ സംഭവം എങ്ങനെയായിരുന്നു ഈ വീടിന്റെ ഇനിഷ്യൽ തോട്ട് ജനറേറ്റ് ചെയ്തപ്പോൾ? ആദ്യം ഈ പ്രോപ്പർട്ടി കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ഇനിഷ്യലി ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ 6 സെന്റ് പ്ലോട്ടിനകത്ത് അവർക്കൊരു 5 ബെഡ്റൂമാണ് അവരുടെ റിക്വയർമെന്റ് ആയിട്ട് പറഞ്ഞത്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാമിലിയാണ്. 3 കുട്ടികളും, അച്ഛൻ, അമ്മ, മാഡം ഡോക്ടറാണ്, സാർ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു റിക്വയർമെന്റ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന് അങ്ങനത്തെ ഒരു രീതിയിൽ വന്നതാണ്. അപ്പോൾ അതേ ഒരു ഫീല് അവർക്കിവിടെ ഒരു അർബൻ ലെവലിൽ, അതായത് ട്രിവാൻഡ്രം സിറ്റിക്ക് നടുക്ക് അവർക്ക് കിട്ടണം. പക്ഷേ അവരുടെ കയ്യിലുള്ളത് 6 സെന്റ് പ്ലോട്ട് മാത്രമാണ്. അതൊരു ചലഞ്ചിങ് ടാസ്ക് ആയിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോയി. അതെ. അപ്പം അതിനുവേണ്ടി ഇവിടെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ എത്ര ഫ്രണ്ടേജ് വിട്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്? ഇപ്പം എനിക്ക് ഈ വീടിന്റെ ഈ പ്ലോട്ടിന്റെ ഒരു ഘടന വെച്ച് നോക്കുമ്പോൾ ഇതൊരു ട്രയാങ്കുലർ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനൊരു സംഭവം വരാനുള്ള കാര്യം? നിങ്ങൾ ഡ്രോയിങ്ങിൽ ആദ്യം ചെയ്തപ്പോൾ എന്താണ് അങ്ങനൊരു സംഭവം വരാനുള്ള കാരണം? 2 ഘടകങ്ങളാണുള്ളത് പ്രധാനമായിട്ടും. ഒന്ന്, നമുക്ക് പ്ലോട്ടിന്റെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ഫേസിങ് ലെങ്ത്തിലാണ് കിടക്കുന്നത്. പൊതുവേ ആളുകൾ റോഡ് ഫേസിങ് ലെങ്ത് കുറവും ബാക്ക് സൈഡിലോട്ട് ലെങ്ത് കൂടുതലുള്ള പ്ലോട്ടാണ് പ്രിഫർ ചെയ്യാനുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ലെങ്ത് ഉള്ള പ്ലോട്ടാണ്. പക്ഷേ അതിന് അഡ്വാൻറ്റേജസ് കുറേ ഉണ്ട്. അതായത് നമുക്ക് എലിവേഷൻ ചെയ്യാൻ നേരത്ത് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും, വിപുലമായിട്ട് ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് ഫ്രണ്ടേജ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജിന് ഒരു ചെറിയ ടിൽറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഈ ടിൽറ്റിനെ നമ്മുടെ അഡ്വാൻറ്റേജിനായിട്ട് യൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇവരുടെ പ്രധാന റിക്വയർമെന്റ് ഇവർക്ക് നല്ല രീതിയിലൊരു ഫ്രണ്ടേജ് വേണം. കാർ പാർക്കിംഗ്, ഇവിടെ 2 കാർ ഇടാനുള്ള സ്പേസ് ഉണ്ട് അല്ലേ? 2 കാറും ഇടാം, ബൈക്കും വെക്കാം, സൈക്കിൾസും വെക്കാം, കുഞ്ഞുങ്ങളുടെ എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ നാച്ചുറൽ സ്റ്റോൺ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് നാച്ചുറൽ പെബിൾസ് കൊടുത്തിരിക്കുന്നു, നാച്ചുറൽ ഗ്രാസ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം, ഇതിന്റെ എലിവേഷനിൽ കാണുന്ന ഈ ജാളി വർക്ക്. ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചു, ഇത് ജാളി എന്ത് ടൈപ്പ് ജാളിയാണ് ഇത്രയും പെർഫെക്ഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്? എന്ത് ടൈപ്പ് ജാളി യൂസ് ചെയ്തിരിക്കുന്നത്? ഇതൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ജാളിയാണ്. നമ്മൾ പൊതുവെ ടെറാക്കോട്ട ജാളീസ് ഒക്കെയാണ് കൊടുക്കാറുള്ളത്. ഇന്ത്യൻ ജാളീസ് ഉണ്ട്, വിയറ്റ്നാം ജാളീസ് ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് വർക്കബിലിറ്റി ഈസി ആയിട്ടുള്ളൊരു ഫെറോക്കോൺ ജാളി എന്നിട്ടൊരു ടൈപ്പ് മോഡലാണ് നമ്മളിവിടെ ഫെറോക്കോൺ ജാളീസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത് 4x4 സൈസിലാണ് വരുന്നത്. ഒരു പ്ലേറ്റ് രൂപത്തിലാണ് വരുന്നത്. നമുക്കത് ഈസി ആയിട്ട് സ്ക്രൂ ചെയ്യാം, അൺസ്ക്രൂ ചെയ്തെടുക്കാം. ബാക്ക് സൈഡിൽ നമ്മൾ GA പൈപ്പ്സ് വെച്ചിട്ട് നമുക്ക് ട്രസ് വർക്ക് ചെയ്തിട്ട് അതിനകത്തോട്ട് പിടിപ്പിക്കുകയാണ് നമുക്ക് ചെയ്യുന്നത്. നല്ല ഫിനിഷിംഗ് ആയിരിക്കും. പിന്നെ ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ എലിവേഷൻ, ഇതിന്റെ ഈ പറയുന്ന കോമ്പൗണ്ട് വാൾ കൊടുത്തിരിക്കുന്ന ബ്രീത്തിങ് വാൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബ്രീത്തിങ് വാൾ ആണ് കൊടുത്തിരിക്കുന്നത്, ആ എയർ സർക്കുലേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. പിന്നെ അതിലും മനോഹരമായിട്ട് ഈ വെച്ചിരിക്കുന്ന ചെടി, അതായത് കലാത്തിയ ലൂട്ടിയ വളർന്നു നിന്നപ്പോൾ അവരുടെ ആ സെക്യൂരിറ്റി, അതായത് അകത്തുള്ള അവരുടെ പ്രൈവസിയെ
ഭയങ്കരമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഇനി അകത്തേക്ക് പോകുമ്പോൾ ഇത് ഇവിടുന്ന് അല്ല ഇതിന്റെ എൻട്രൻസ്, ഇത് ശരിക്കും പറഞ്ഞാൽ സാറിന്റെ ഓഫീസിലേക്കുള്ള എൻട്രൻസ് ആണ്. അത് നമുക്ക് അകത്ത് കയറിയിട്ട് അതിന്റെ എങ്ങനെയായിരുന്നു അതിന്റെ നിങ്ങൾ ചെയ്തെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇതിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ആദ്യം ഇവിടെ ഒരു പഴയൊരു കിണറുണ്ടായിരുന്നു. ആ കിണർ വളരെ ഭംഗിയായിട്ട് തന്നെ അതിന്റെ ആ രീതിയിൽ പകുതിയാക്കി മുറിച്ച് സ്ലാബ് ഇട്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. അതെ, ഇത് ഓൾറെഡി സൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു കിണറായിരുന്നു. നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളത് പോലെ എക്സിസ്റ്റിംഗ് വാട്ടർ ബോഡീസ് നമ്മൾ ടച്ച് ചെയ്യാറില്ല. പിന്നെ കുഴിച്ചാൽ കിട്ടുമെന്ന് അറിയത്തില്ല വെള്ളം. അതുകൊണ്ട് പകുതി സ്ലാബ് ഇട്ട് ലാൻഡ്സ്കേപ്പ് രൂപത്തിലാക്കി മൊത്തത്തിൽ സിങ്ക് ചെയ്തെടുത്തു അതിനകത്ത്. അപ്പം ഒരു വലിയൊരു കാര്യം, എക്സിസ്റ്റിംഗ് വാട്ടർ ബോഡീസിനെ തൊടാൻ പാടില്ല. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ വർഷങ്ങളായിട്ടുള്ള ഒരു സംഭവമായിരിക്കും എക്സിസ്റ്റിംഗ് വാട്ടർ. അതെ, നമ്മൾ പുതിയതായിട്ട് കുത്തിയ ചിലപ്പോൾ വെള്ളം കിട്ടണമെന്നില്ല. അതെ. പിന്നെ ഇവിടെ ഈ പറയുന്ന വിക്കറ്റ് ഗേറ്റ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഗേറ്റിന്റെ ഡിസൈനാണ്. ഇത് വളരെ മനോഹരമായ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഞാൻ കണ്ടപ്പോൾ ശരിക്കും സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം തോന്നിയെങ്കിലും അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. 50x10 സൈസ് ട്യൂബിനെ സൈഡിൽ ആംഗുലർ ഷേപ്പിൽ 45 ഡിഗ്രി ചരിച്ചിട്ട് വെൽഡ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം ഫ്രെയിം 50x50 സ്ക്വയർ ട്യൂബ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് കൺട്രോൾ ഗേറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മളുടെ സിറ്റ് ഔട്ട് പോർഷൻ ആണ്. സിറ്റ് ഔട്ട് വളരെ മനോഹരമായിട്ട് തന്നെ പറയേണ്ട ഒരു സ്പേസ് ആണ്. സാധാരണ നിലപാടിൽ നമ്മൾ കാർ പോർച്ചും സിറ്റ് ഔട്ടും ഒരുമിച്ചാണ് കൊടുക്കുന്നത്. ഇവിടെ കാർ പോർച്ച് ഒരു കോർണറിലും സിറ്റ് ഔട്ട് വേറെ കോർണറിലും. ഇതിന്റെ റീസൺ നമുക്ക് ഇവിടെയുള്ള മാഡത്തിനെയും സാറിനെയും കൊണ്ട് തന്നെ പറയിപ്പിക്കണം. കാര്യം ഞാൻ കണ്ടേക്കുന്ന ഒരു വീടുകളിലും സിറ്റ് ഔട്ട് വേറൊരു കോർണറിലും പാർക്കിംഗ് വേറൊരു കോർണറിലും ആയിട്ടില്ല. ഇവിടെ സിറ്റ് ഔട്ട് വളരെ മിനിമലിസ്റ്റിക് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ലപ്പോത്ര ഗ്രാനൈറ്റ്സ് വെച്ചിട്ട് ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് സ്പേസ് മാത്രം കൊടുത്ത് താഴെ നമ്മുടെ സ്റ്റോറേജ് സ്പേസസ്, താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് ഷൂറാക്സ് കൊടുത്തിട്ട് അത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന്റെ ഈ പേര് എഴുതി വെച്ചിരിക്കുന്നത് അവർ സ്റ്റോറി, അവർ ലൈഫ്, അവർ ഹോം, ദിസ് ഈസ് അസ്, ഷൈൻ, കാവി, മനു, സെറ, ജോയ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട്. അച്ഛൻ, അമ്മ, 3 മക്കൾ, അവരുടെ ആ ഒരു സ്നേഹവും അവരുടെ ഒരു മധുരം, അവരുടെ ആ സുന്ദരമായ ജീവിതം, അതാണ് ഈ വീടിന്റെ ഫ്ലോ ചാർട്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം. അതിനു മുന്നേ ഈ കൊടുത്തിരിക്കുന്ന ഈ ഡിസൈൻ സൂപ്പറാണ്. ഇത് വളരെ ഭംഗിയായിട്ടുണ്ട്. എന്തായിരുന്നു ഇങ്ങനൊരു ഡിസൈനിലേക്ക് വരാനുണ്ടായ ഒരു കാരണം? നമ്മൾ വീടിന്റെ മൊത്തത്തിൽ ഒരു കൺസെപ്റ്റ് ഒരു മിനിമലിസ്റ്റിക്, സട്ടിൽ, അധികം ബഹളങ്ങളൊന്നും ഇല്ലാതെ മിനിമൽ സാധനമാണ്. പക്ഷെ കൊടുക്കുന്ന ഓരോ എലമെന്റും എണ്ണിത്തിട്ടപ്പെടുത്തി അതിൻ്റെ ഒരു അലൈൻമെൻറ്റിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് എലിവേഷനിലും വ്യക്തമാണ്. അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഡോറിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ആ കീ ഹോൾസ് കൊടുത്തിരിക്കുന്നതും അതിൻ്റെ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നതും അതിൻ്റെ ഡോർ പുള്ള് കൊടുത്തിരിക്കുന്നതും എല്ലാം ഒരു സ്പെസിഫിക് കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട് അതിനൊന്ന് ഊർജിതമാക്കാൻ, അതിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി. അപ്പൊ ഇനി വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ നമ്മൾ വീടിന്റെ അകത്തേക്ക് കടന്നു. അസാധ്യമായിട്ടുള്ള വളരെ പോസിറ്റീവ് ആംബിയൻസ് ഉള്ള ഒരു വീടാണ്. ഒരു രക്ഷയില്ല. താങ്ക് യു സോ മച്ച്. നമ്മളുടെ ആ വീടിന്റെ അകത്തേക്ക് കടക്കുമ്പോഴാണ് ശരിക്കും അകത്തുള്ള സംഭവങ്ങളാണ് ഏറ്റവും സൂപ്പർ. ഇവിടെ ഇപ്പോൾ ഒരു ലിവിങ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ലിവിങ് സ്പേസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് വേറൊരു ടൈലോട്ടറി എലമെന്റ് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഡൈനിങ് സ്പേസിനോട് ചേർത്തിട്ട് ഒരു പാറ്റിയോ കൊടുത്തിരിക്കുന്നു. പാറ്റിയോയിൽ ഒരു വാഷ് കൗണ്ടർ ചെയ്തിരിക്കുന്നു. TV സ്പേസ് ഈ പറയുന്ന സാധാരണ എല്ലാവരും ലിവിംഗ് റൂമിൽ വെക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ ഡൈനിങ് സ്പേസിലാണ് വെച്ചിരിക്കുന്നത്. എന്തുമായിരുന്നു ഇതൊക്കെ ചെയ്തത്? എങ്ങനെയായിരുന്നു പറഞ്ഞു? ക്ലയൻറ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കോമൺ ഏരിയാസിലാണ്. അവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയാസ്, അതായത് ബെഡ്റൂംസ് ഏരിയാസ് വളരെ കുറച്ച് സമയം മാത്രമേ ജസ്റ്റ് കിടക്കാൻ വേണ്ടി മാത്രമേ അവർ യൂസ് ചെയ്യാറുള്ളൂ. ഫാമിലി കംപ്ലീറ്റ് എപ്പോഴും ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇതൊരു വിശാലമായിട്ടുള്ള ഓപ്പൺ സ്പേസ് വേണമെന്ന് ഒരു ആദ്യമേ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ 6 സെൻറ്റിൽ നമ്മുടെ മേജർ ചാലഞ്ച് അതാണ്, എങ്ങനെ നമുക്ക് ഇത്രയും വലിയൊരു ഓപ്പൺ സ്പേസ് കണ്ടെത്താം എന്നുള്ളത്. കാരണം വീതിയും കുറവാണ്. അങ്ങനെയാണ് നമ്മൾ ആ പാറ്റിയോ കൺസെപ്റ്റും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ മൊത്തത്തിലൊരു ഓപ്പൺ സ്പേസ്, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിനകത്ത് വേറെ കോളംസോ സെപ്പറേഷനോ വേറെ ഒന്നും കൊടുക്കാതെ ഒറ്റ ഓപ്പണിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫർണിച്ചറിൻ്റെ സീറ്റിംഗ് പോലും അവർക്ക് സ്പെസിഫിക് ആയിട്ട് റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. ഓപ്പോസിറ്റ് തന്നെ ഇരുന്ന് സംസാരിക്കണം എന്നുള്ളത്, ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കണം എന്നുള്ള റിക്വയർമെന്റ്. കയറി വരുമ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ള ലോബി, ഇവിടെ വേറെ ഹിൻഡ്രൻസ് കാര്യങ്ങളൊന്നുമില്ല. സ്ഥിരം നമ്മൾ കൊടുക്കാറുള്ള പോലെ നമുക്കൊരു ക്രെഡൻസ് ടേബിൾ വിത്ത് സ്റ്റോറേജ് യൂണിറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നു.
അവിടെ മനോഹരമായിട്ടൊരു പെയിന്റിങ് വിത്ത് സം ആർട്സ് വർക്കും കാര്യങ്ങളും എല്ലാം. പിന്നെ ഇവിടെ ഒരു വാൾപേപ്പർ വെച്ചിട്ടുള്ള ഒരു എലമെന്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അതെ, അത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. പിന്നെ പ്രയർ സ്പേസ് അവർ കൊടുത്തിരിക്കുന്നത് ഈ പീക്ക് പോയിന്റിലാണ്. അതായത് അവരുടെ ലിവിങ് സ്പേസിനോട് ചേർന്നിട്ട് ആണ് ഈ പറയുന്ന പ്രയർ സ്പേസ് കൊടുത്തിരിക്കുന്നത്. അതായത് അവർക്ക് സംസാരിക്കുമ്പോഴൊക്കെ ആ ഒരു രീതിയിലുള്ള ഒരു സംഭവം ജനറേറ്റ് ചെയ്യാനായിട്ടായിരിക്കും അവരിങ്ങനെ ഒരു സ്പേസും കൂടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ജിപ്സം സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഈ ഡിഫറൻഷിയേഷൻ ആണ്. ഇതെങ്ങനെയാണ് ഇത് ചെയ്തത്? എന്തായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ടൈൽ പാറ്റേൺ കൊടുക്കാൻ ആനന്ദിന് തോന്നാനുണ്ടായ കാരണം? അത് ഒരു കാരണം, നമ്മളിപ്പോൾ ഒറ്റ വലിയ സ്പേസ് ആണല്ലോ ലിവിങ്ങും ഡൈനിങ്ങുമായിട്ട്. അപ്പോൾ ഇനിഷ്യലി ഇതിൻ്റെ ഡിസൈൻ പ്രോസസ്സിൽ ഒറ്റ ടൈൽ ഇടുമ്പോഴത്തേക്ക് ഇതിന് മൊണോട്ടോണസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, എനിക്കിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമായിരുന്നു. അതായത് വേറെ പാർട്ടീഷനോ ഒന്നും കൊടുക്കാതെ തന്നെ ആ ടൈലിൻ്റെ പാറ്റേണിൽ തന്നെ നമുക്കിതിന് ഡിഫറൻഷിയേഷൻ നമുക്ക് കൊണ്ടുവരണം. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ സീലിങ്ങിനോട് അനുപാതികമായിട്ടാണ് ഇതിൻ്റെ ഫ്ലോറിങ്ങും വന്നിരിക്കുന്നത്. പ്ലസ് ഇതിൻ്റെ എലിവേഷൻ്റെ തീമുമായിട്ട് ഇത് ഒരു സ്പെസിഫിക് തീമിലാണ് ഇത് പോകുന്നത്. ആ തീമുമായിട്ട് ഇത് ജോയിൻ ചെയ്ത് പോവുകയും ചെയ്യുന്നു. അപ്പം അത് വളരെ മനോഹരമായിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഈ പറയുന്ന ഡൈനിങ് സ്പേസ്. ഈ ഡൈനിങ് സ്പേസ് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 6 സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഫോട്ടോസ്, അവരുടെ ആ ഒരു ഇതുവരെ ഉണ്ടായ അവരുടെ ലൈഫ് സംഭവങ്ങളെല്ലാം വെച്ചിട്ട് ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സ്പോട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഇതിന്റെ പാറ്റിയോ. നമുക്ക് ഇവിടുത്തെ ഈ പറയുന്ന ഹീറോസിനെ ഒന്ന് കാണണ്ടേ? ഈ ഫാമിലിയുടെ എന്താ പറയണ്ടേ, ഇത് ഫുള്ള് നിയന്ത്രിച്ചു പോകുന്ന ആ 2 വ്യക്തിത്വങ്ങളെ കാണണം. അപ്പം അവരുടെ മൂത്ത ആളുടെ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന്. അപ്പൊ അദ്ദേഹം ഇന്ന് പഠിക്കാൻ പോയിരിക്കുന്നു. ബാക്കിയുള്ള 2 കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് അവരൊന്ന് കാണാം. അപ്പൊ നമ്മളുടെ വീടിന്റെ റിയൽ ഹീറോസ് ഇവിടെ ഉണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. എന്താണ് സാറിന്റെ പേര്? ഷൈൻ. ഷൈൻ. എന്താണ് മാഡത്തിന്റെ? കവിത. കവിത. ബൈ പ്രൊഫഷൻ IT ആണ്. ഡോക്ടറാണ്. വളരെ മനോഹരമായിട്ടുണ്ട് വീട്. സാധാരണ ഞാൻ എപ്പോഴും പറയും, ഒരു വീടെന്ന് പറയുമ്പോൾ ആ വീടിന് ജീവൻ വേണം. ജീവൻ വേണമെങ്കിൽ ആ വീട്ടിലുള്ളവരുടെ ഹാപ്പിനെസ് ആണ് ആ വീടിന്റെ ജീവൻ എന്ന് പറയുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുണ്ട്. കാര്യം അത് ആർക്കിടെക്റ്റിനോട് ചോദിച്ചാൽ പറ്റില്ല. നിങ്ങളാണ് ഇതിന്റെ ഫുൾ ഡിസിഷൻ മേക്കിംഗ്, ഇതിന്റെ തോട്ട്സ് എല്ലാം ആർക്കിടെക്റ്റിന് പാസ് ചെയ്തത്. അത് പുള്ളി എക്സിക്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ആദ്യത്തെ സംശയം, നമ്മളുടെ വീട് സാധാരണ കാർ പോർച്ചിനോട് കണക്റ്റഡ് ആയിട്ട് സിറ്റ് ഔട്ട്സ്, അത് വരുന്നതിന് പകരം ഇവിടെ കാർ പോർച്ച് ഒരു കോർണറിലും സിറ്റ് ഔട്ട് വേറൊരു കോർണറിലുമാണ് സെറ്റ് ആയത്. എന്തായിരുന്നു അതിന്റെ ആ ഒരു നിങ്ങൾ അങ്ങനെ ചിന്തിക്കാനുണ്ടായ കാര്യം? ഒന്ന്, നമ്മുടെ കാർ പാർക്കിംഗ് വരുമ്പോൾ, നമ്മുടെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലമാകുമ്പോൾ നമുക്ക് അവിടെ മെയിൻ്റനൻസ് ഇച്ചിരി പാടായിരിക്കും. നമുക്ക് എപ്പോഴും കാർ വാഷ് ചെയ്യാനും അങ്ങനെയൊക്കെ വരും. അപ്പോൾ എപ്പോഴും വെള്ളമൊക്കെ നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് കഴിയുന്നത് ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ചെരുപ്പൊക്കെ നമ്മൾ എപ്പോഴും ഇടുന്ന ചെരുപ്പും എല്ലാം ഈ സിറ്റ് ഔട്ടിൽ ഫ്രണ്ടിൽ ഇടുന്ന ഒരു രീതി വരും. അപ്പോൾ അതും ഒഴിവാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഒരു പ്രൈവറ്റ് സ്പേസ് എന്നുള്ള നിലയിൽ കാർ പാർക്കിംഗ് വലിയ തോട്ടായിട്ടുണ്ട്. സാധാരണ ആരും അതിങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു പോർഷൻ അല്ല. എല്ലാവരും അതിന് ഇമ്മീഡിയറ്റ് കണക്ഷൻ ആണ് നോക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആയി. പിന്നെ ഇവിടെ നമ്മൾ ഈ ലിവിംഗ് സ്പേസ് കണ്ടു. ഈ ലിവിംഗ് സ്പേസിനകത്ത് സാധാരണ പ്രയർ സ്പേസ് എപ്പോഴും ഒരു കോർണറായി മാറ്റിയിട്ട് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രയർ സ്പേസ് അവിടെ TV യൂണിറ്റ് കൊടുക്കാതെ പ്രയർ സ്പേസ് അവിടെ ചെയ്യാൻ? ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴും അങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമുക്ക് പിള്ളേർ സ്കൂളിൽ പോകാൻ നേരത്തും ഒക്കെ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു സൗകര്യവും കൂടെ വേണം. മാത്രമല്ല, നിങ്ങളിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ വരുന്നതിനൊരു ആള് ഒരു വേണം. അതുകൊണ്ട് കാര്യം ഇന്നുള്ള കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ഫുൾ ടൈം TV അഡിക്റ്റഡ് ആണ്. അപ്പൊ TVക്കുള്ള സമയം കുറച്ചിട്ട് ഫാമിലി ടൈം കൂട്ടുന്നതാണ് ഏറ്റവും സേഫ്. അത് ചെയ്യാനാണെന്ന് എനിക്ക് തോന്നി. വളരെ നല്ല കാര്യമാണ്. പിന്നെ ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഡൈനിങ് സ്പേസ് എന്ന് പറയുമ്പോൾ ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് പാറ്റിയോ. ഈ പാറ്റിയോ എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ഈ സ്ഥലം കുറഞ്ഞ ഇപ്പൊ ടൗൺഷിപ്പിൽ നമ്മളിപ്പം ഒരാൾ തൊടുപുഴയും ഒരാൾ ട്രിവാൻഡ്രവും ബേസ് ആയിരുന്നു, ഗ്രാമപ്രദേശത്തു നിന്നാണ് വന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ടായിരുന്നു. ടൗണിലേക്ക് വരുമ്പം 5 സെന്റ് 6 സെന്റ് 7 സെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പം ഇത് എങ്ങനെയായിരുന്നു ആനന്ദ്, ഇങ്ങനൊരു എക്സിക്യൂഷൻ വരാൻ തോട്ട് പ്രോസസ്സിൽ ചെയ്തത് എങ്ങനെയായിരുന്നു? ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ ലിമിറ്റഡ് സ്പേസിൽ നമ്മൾ ചെയ്ത ഈ ലിവിങ്ങും ഡൈനിങ്ങും അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് പോർഷനായിട്ട്
നമ്മളൊരു അഡീഷണൽ ഏരിയയും കൂടെ നമ്മൾ കണ്ടെത്തിയതാണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, അവർക്ക് വാഷ് ബേസിൻ എന്നൊരു കൺസെപ്റ്റ് ഈ ഡൈനിങ്ങിന്റെ അകത്ത് വേണ്ട. അതിപ്പോൾ പൊതുവെ എനിക്കും പേഴ്സണലി താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അത് ഒതുങ്ങി മാറി അപ്പുറത്തോട്ട് ഇരുന്നാൽ മതി. പ്ലസ് ഒരു കോമൺ ടോയ്ലറ്റും വീട്ടിനകത്തുള്ളൊരു സിറ്റുവേഷനിൽ വേണ്ട. പക്ഷേ എന്നാൽ നമുക്ക് അക്സസബിൾ ആവുകയും വേണം. അങ്ങനെ ഒരു പൊസിഷനാണ് നമ്മൾ കണ്ടെത്തിയത്. പക്ഷെ ഇതിപ്പം മോർ ദാൻ എ പാഷൻ ആണ് ബേസിക്കലി. കാരണം ഇപ്പം മകള് ഇരുന്ന് പഠിക്കുന്നത് ഇവിടെയാണ്. നല്ല സൈലന്റ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയി മാറി കഴിഞ്ഞു. അവിടെ ആ ടേബിളൊക്കെ ഇപ്പം പുള്ളിക്കാരിയാണ് യൂസ് ചെയ്യുന്നത്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. സെറ്റ് ബാക്സ് നമുക്ക് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ ടാറ്റൂസ് വെച്ച് പറ്റും. അതൊരു വല്ലാത്തൊരു ഉദാഹരണമാണ്. മോളുടെ പേര് സെറ അല്ലേ? നോട്ട്ബുക്ക് സിനിമയുടെ ഓർത്തിട്ടാണ് ചെറുക്കന്റെ പേരും സ്കന്ദൻ എന്നാണ്. അതിന് പിന്നെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഇനി കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുമ്പോ കിച്ചണിന്റെ ഭാഗമാണ് മാഡം പറയേണ്ടത്. സാധാരണ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഷോ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ. ഇവിടെ എന്റെ സെയിം ആ കോൺസെപ്റ്റിലുള്ള ഒരാളിനെ ഞാൻ കണ്ടെത്തി. ഇവിടെ ഒറ്റ കിച്ചണേ ഉള്ളൂ. എന്തായിരുന്നു മാഡം അത് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ ആദ്യമേ എന്തായിരുന്നു അങ്ങനെ പറയാൻ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഷോ കിച്ചൺ വേണ്ട എന്നുള്ളത് ആദ്യമേ ഒരു തീരുമാനമായിരുന്നു. അത് ഒന്ന് വെറുതെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും ഇങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രം ഇടുന്ന അതിനോടൊരു യോജിപ്പില്ല. അപ്പം നമുക്ക് ഒരു കിച്ചൺ മതി. അത് ഏറ്റവും ചെറിയതായിരിക്കണം, എന്നാൽ നമുക്ക് ഏറ്റവും എല്ലാ ഇതും എല്ലാം കിട്ടണം. അതെ അതെ, കൗണ്ടേഴ്സ് എല്ലാം വേണം, നമുക്ക് ആവശ്യത്തിന് ഉണ്ടായിരിക്കണം, മാക്സിമം സ്റ്റോറേജും വേണം, എന്നാൽ ഈസി ടു മെയിൻറ്റെയിനും ആയിരിക്കണം. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് പല ആൾക്കാരും ചോദിച്ചാണ് ഷോ കിച്ചൺ ഇല്ലാതെ വർക്ക് ഏരിയ കിച്ചൺ ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ, വർക്ക് ഏരിയ കിച്ചൺ ഇല്ലാതെ ഷോ കിച്ചൺ മാത്രം ചെയ്യുകയാണെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ അതിന്റെ സ്മെല്ലൊക്കെ പുറത്തേക്ക് പോകില്ലേ? അകത്ത് നമ്മുടെ ലിവിങ് ഡൈനിങ്ങിലും ഒക്കെ ഇരിക്കുമ്പോൾ കുട്ടികളും ഗസ്റ്റും ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു പ്രശ്നം ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനെങ്ങനെയാണ് മാഡം, അതിനെങ്ങനെയാണ് കാണുന്നത്? നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണല്ലോ, അപ്പം അങ്ങനെ ഒരു സ്മെല്ലിൻ്റെ പ്രശ്നം ഞങ്ങൾക്ക് ഇതുവരെ അതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. പിന്നെ ചിമ്നിയും നമുക്ക് ആവശ്യം നല്ല സക്ഷൻ കപ്പാസിറ്റി ഉള്ളതാണ്, അപ്പം നമുക്ക് അതൊരു പ്രോബ്ലം ഇല്ല. പിന്നെ മാക്സിമം എയറേഷൻ ഉണ്ട്, അപ്പം ഞങ്ങൾക്ക് അതൊരു പ്രോബ്ലം ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ഈ വൈറ്റ് തീമിനോട് ഇത്ര ഇഷ്ടം? ബേസിക്കലി നമുക്കൊരു പീസ് തരുന്ന ഒരു ഫസ്റ്റ് അത് വൈറ്റ് സിംബിളൈസസ് പീസ്. പിന്നെ ഒരു സ്പേസ് തോന്നിക്കും. അതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പം നമുക്ക് എപ്പോഴും വൈറ്റ്, പിന്നെ സ്പേസിന്റെ ഒരു മാക്സിമം ഇതും വരും. അത് വളരെ മനോഹരമായിട്ടും സിമ്പിളായിട്ടും ചെയ്തിരിക്കുന്ന കിച്ചൺ. ഇതിന്റെ ടോപ്പിൽ നാനോ വൈറ്റ് ഗ്രാനൈറ്റ്സ് കൊടുത്തിരിക്കുന്നു, താഴെ മൈക്ക ലാമിനേഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ ഹുഡ് ആൻഡ് ഹോപ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് സെപ്പറേറ്റ് ഇവിടെ അല്ലാതെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജൊക്കെ വെക്കാനുള്ള ഒരു ഏരിയ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും എൻ്റെ കുറേ നാളായിട്ട് ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ വ്ലോഗ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറയും, എന്തിനാണ് ഷോ കിച്ചൺ? ഷോ കിച്ചൺ ആവശ്യമില്ല, ഒരു കിച്ചൺ മതി. ഒറ്റ കിച്ചണിൽ നമ്മുടെ ആവശ്യങ്ങൾ നടക്കുമെങ്കിൽ അതായിരിക്കും കാര്യം. ഇവിടെ ഒരമ്മ, അച്ഛൻ, 3 കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കിച്ചണിൽ കിടന്ന് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് ആ ഒരു ഭാഗം വളരെ കറക്റ്റായിട്ട് ഈ ഒരു രീതിയിലൂടെ കവർ ചെയ്യാൻ പറ്റി. ഇവിടെ ഒരു വിൻഡോയും കൂടെ കൊടുത്തായിരുന്നു. അപ്പൊ നമുക്ക് റോഡിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ആരെങ്കിലും വരുവാണെങ്കിൽ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇവിടെ തന്നെ 2 ആക്സസ് ആണ്. ഒന്ന് നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന ആക്സസും ഒന്ന് ഫ്രണ്ടിലോട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്കിനി നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഗ്ലാസിന്റെ ജാലീസ് വെച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ ഈ TV വെച്ച് കഴിയുമ്പോൾ അതിന്റെ ഒരു എന്താ പറയണ്ടേ, ആ ഒരു ഫോക്കൽ പോയിന്റ് അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്യും ആ സംഭവം അല്ലേ. വേറൊരു പ്രയോജനം, കംപ്ലീറ്റ് ചുമര് കെട്ടി അടച്ച് ക്ലോസ് ആക്കാതെ ഒരു ജസ്റ്റ് ഒരു പാർട്ടീഷൻ എന്നുള്ള രീതിയിലും, പക്ഷെ നമുക്ക് അവിടെ നിന്നുള്ള ലൈറ്റ് എൻട്രൻസ് നമുക്ക് ഇവിടെ കൂടെ കിട്ടുകയും ചെയ്യും. പ്ലസ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വരുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ശരിക്കും നമ്മളുടെ ഈ വീടിനകത്ത് ഇപ്പം നല്ലപോലെ ലൈറ്റ് ഉണ്ട്, നല്ലപോലെ എയർ സർക്കുലേഷൻ ഉണ്ട്. എയർ സർക്കുലേഷൻ കൂടാനാണെന്ന് എന്താണ് ഇതിനകത്ത് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, നമുക്ക് വിൻഡോസ് മിനിമലായിട്ടേ ഇവിടെ കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. പിന്നെ പ്രധാന കാരണം നമുക്ക് ഇതിൻ്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തൊട്ടടുത്ത് ഇഷ്ടംപോലെ വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡസ്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യണം. നമുക്ക് രണ്ടുപേർക്കും ഡസ്റ്റ് അലർജി ഉള്ളതാണ്. അതുകൊണ്ട് നമ്മളിവിടെ മാറ്റ്സ് പോലും കാർപ്പറ്റ്സ് പോലും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നിന്നുകൊണ്ട് നമ്മളിതിൻ്റെ ക്രോസ് വെന്റിലേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഇവിടെ നമ്മൾ ഈ ഫ്രണ്ടിൽ ഉള്ള പോർഷനിൽ നമ്മൾ അത്യാവശ്യം ഒരു വലിയ സ്പാൻ ഉള്ളൊരു വിൻഡോ 270 ഒരു വിൻഡോ നമ്മൾ കൊടുത്തിട്ട് ബാക്കിയുള്ള ക്രോസ് വെന്റിലേഷൻ എല്ലാം ഇതുവഴി
കിച്ചൺ വഴിയാണ് വെന്റിലേഷൻ, ക്രോസ് വെന്റിലേഷൻ. അതായത് 3 സൈഡിലുള്ള എയർ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വിൻഡ് ഡയഗ്രാം പല സീസണിലുള്ള വിൻഡ് ഡയഗ്രാം സ്റ്റഡി ചെയ്തിട്ടും സൺ പാത്ത് സ്റ്റഡി ചെയ്തിട്ടും എഫക്റ്റീവായിട്ട് കൊടുക്കുന്ന ഓപ്പണിങ്സ് മാത്രം കൊടുത്താൽ മതി. അതുവഴി ക്രോസ് വെന്റിലേഷൻ പോസിബിൾ ആവും. പ്ലസ് നമുക്ക് ആ പ്രൈവസി നമുക്ക് മെയിൻറ്റെയിൻ ആയി കിട്ടും. ഈ വിൻഡ് സർക്കുലേഷനും സൺപാത്തും എന്ന് പറയുന്നത് ശരിക്കും ഈ പ്രോപ്പർട്ടിയിലിരിക്കുന്ന ഈ വീടിന് ഈ പൊസിഷനേ പറ്റത്തുള്ളൂ. പല ആൾക്കാരും ഇത് കഴിയുമ്പോൾ ചോദിക്കും എൻ്റെ ഡ്രോയിങ് അയച്ചു കൊടുക്കും. കാര്യം ഈ ഡ്രോയിങ് അയച്ചു കൊടുത്തിട്ട് ഇതുപോലെ വെക്കാനാന്ന് പറയാം. ഇതുപോലെ വേറൊരു പ്രോപ്പർട്ടി കൊണ്ടുവന്ന് ഇതേപോലെ ഇപ്പം നമുക്ക് ഇല്ലാതെ നിൽക്കുന്ന ഈ കൂളിംഗ് എഫക്റ്റ് എന്തായാലും അവിടെ വെച്ചാൽ ഇത് കിട്ടില്ല. അത് പല ആൾക്കാർക്കും ഒരു ഡ്രോയിങ് കിട്ടിയാൽ മതി വീട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ നമ്മുടെ ഈ ഇവിടെയാണല്ലോ നമ്മുടെ ഓഫീസ് സ്പേസ് വരുന്നത്. ഈ ഓഫീസ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ നിന്നും ഉള്ള ആക്സസ് ആണ്. അതായത് സാറ് നമ്മളിപ്പം വെളിയിൽ നിന്ന് കണ്ടത് ഇൻട്രോ പറഞ്ഞപ്പോൾ കണ്ട ആ ഒരു ആക്സസ് അവിടുന്ന് അകത്തേക്ക് കയറാവുന്നത്. പിന്നെ ഓഫീസിൽ സാറിന് പ്രൈവസിക്ക് സാറിൻ്റെ കസ്റ്റമേഴ്സ് വരുമ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ. വീടിന്റെ പ്രൈവസി ഉണ്ടാക്കുന്നില്ല. ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ നേരെ ഓഫീസ് സ്പേസിലോട്ട് പോവാം. പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ കൊടുത്തതിനൊരു കാരണമുണ്ട്. അത് വേണം പറഞ്ഞത്. അത് ഈ പറഞ്ഞ പോലെ എപ്പോഴും തിരക്കായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരുമിച്ച് ഒന്ന് കാണാനും ഇൻട്രാക്ട് ചെയ്യാനും ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടിയാണ്. ഇപ്പം വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്കൊന്ന് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം എളുപ്പമുണ്ട്. ഓരോ സ്ഥലത്താകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡോറിലോട്ട് നോക്കിയാൽ തന്നെ കാണാവുന്ന പോലെ ആയിരിക്കുന്നത്. അത് മാത്രമല്ല ആഫ്റ്റർ 40s ആണ് സെക്കൻഡ് കൗമാരം. അതെ അതെ 40കളിലാണ് നമ്മുടെ പ്രണയം ഒന്നുകൂടെ കൂടുന്നത്. അത് ഒരു കാര്യം തന്നെയാണ്. കാര്യം ആ ഒരു കണക്ടിവിറ്റി കണക്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഓഫീസ് റൂം താഴെ. വേറെ കാര്യം കൂടിയുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാനൊരു 25-ലായിരുന്നു ഈ വീട് വെക്കുന്നത്. അതെ 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 അന്നത്തെ ആരോഗ്യസ്ഥിതി അല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വർക്ക് പാറ്റേണും നമുക്ക് ഇത്രയും വർഷം കൊണ്ട് എങ്ങനെയാണെന്ന് അറിയാം. തിരക്കുകളും എങ്ങനെയൊക്കെയാണെന്ന് കോൾസ് ആണ് എപ്പോഴും. അപ്പോൾ എപ്പോഴും നമുക്ക് അങ്ങനെ കയറി ഇറങ്ങി വിളിക്കാനുള്ള ഒരു പ്രയാസമുണ്ട്. അപ്പം ഇതാകുമ്പോൾ നമുക്ക് എപ്പോഴും സൗകര്യമുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാത്ത സമയം ആവുമ്പോഴും മുന്നോട്ട് നമുക്ക് വിളിക്കാൻ സൗകര്യം താഴെ ആവുമ്പോഴാണല്ലോ. ഒരു വീടെന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു 25 years അപ്ഫ്രണ്ട് ആയിട്ട് മുന്നോട്ട് കണ്ടിട്ട് വേണം. കാര്യം എന്നാലല്ല കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അല്ലാതെ പിന്നേക്ക് നോക്കിയിട്ട് വേറൊരാളുടെ വീടും കൺസ്ട്രക്ഷനും കണ്ടിട്ട് എനിക്ക് ഓരോരുത്തരുടെ ലൈഫ് ഡിഫറെന്റ് ആണ്. ആ ലൈഫിന്റെ ഡിഫറൻസ് ആണ് വീട്. ഓരോരോ പാറ്റേൺസ് ആയിട്ട് നമ്മൾ ആർക്കിടെക്റ്റിനോട് പറഞ്ഞു കൊടുക്കുന്നു. ആർക്കിടെക്ട് അതിന്റെ കണക്കനുസരിച്ചിട്ട് വരച്ചു തരും. വരച്ചേക്കുക മാത്രമല്ല നിങ്ങളുടെ ഏറ്റവും തീർച്ചയായിട്ടും. വേറൊരു കാര്യം ചോദിച്ചോളൂ. ഈ സോഫാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫേസ് ടു ഫേസ് കണ്ട് സംസാരിക്കുന്നത്. സാധാരണ കോർണർ സോഫാസ് അല്ലേ എല്ലായിടത്തും. അതെ, എന്തുകൊണ്ടാണ് അതും ഇത് തന്നെയാണ്. നമുക്ക് ആൾക്കാർ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ ചെരിഞ്ഞിരുന്ന് നമുക്കൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും നമുക്കൊരു ഐ കോൺടാക്ട് വരണമെങ്കിലും നമുക്ക് നല്ല രീതിയിലൊന്ന് സംസാരിച്ചിരിക്കാൻ എപ്പോഴും ഓപ്പോസിറ്റ് ആണ് നല്ലതെന്ന് ഞങ്ങൾ എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആനന്ദിനോട് അങ്ങനെ ഒരു സജഷൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊക്കെ വെറൈറ്റിയാണ്. ആൾക്കാർക്ക് കാണുമ്പോൾ ഒരുപാട് വെറൈറ്റീസ് ആണ്. ഇതാണ് ശരിക്കും ലൈഫ്. ആ ലൈഫിനനുസരിച്ചിട്ടുള്ള വീടുകൾ എപ്പോഴും സ്വപ്ന സുന്ദര മനോഹര ഭവനങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ്. ശരി, ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കടന്നിരിക്കുകയാണ്. മാസ്റ്റർ ബെഡ്റൂം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ളൊരു എക്സിക്യൂഷനാണ്. എന്തായിരുന്നു ഇതിൽ മാഡത്തിൻ്റെ തോട്ട്? എന്തായിരുന്നു ഇതിൽ ആർക്കിടെക്റ്റിൻ്റെ തോട്ട്? ബേസിക്കലി എനിക്ക് കിട്ടിയ റിക്വയർമെൻറ്റ് ഇതാണ്. ഒരുപാട് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം വേണ്ട, ആവശ്യത്തിന് മാത്രം മതി. ഇവർ എപ്പോഴും ബെഡ്റൂമിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരല്ല, ജസ്റ്റ് കിടക്കാൻ വേണ്ടി മാത്രമേ വരാറുള്ളൂ. ഇനി അടുത്തൊരു ചാലഞ്ച് എനിക്ക് ഉണ്ടായിരുന്നത് ഇവരുടെ സ്റ്റോറേജ് റിക്വയർമെൻ്റ് ആയിരുന്നു. ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ഉണ്ടായിരുന്നു. ഇപ്പം ലഗേജുകളാണെന്നുണ്ടെങ്കിലും ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിലും. അപ്പം ഞാൻ ഇവിടെ കൊടുത്തൊരു ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വാൾ കംപ്ലീറ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്തു. ഇതിനകത്ത് മുഴുവൻ ഇപ്പം സ്റ്റോറേജ് സാധനങ്ങൾ നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാൾ കംപ്ലീറ്റ് ഒരു വൈറ്റ് തീമിൽ വരുമ്പോഴത്തേക്ക് ശരിക്കും ഒരു ചുമരായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. അതൊരു ഒതുങ്ങിയ ഒരു സൈഡിലോട്ടിരിക്കും. ഈ വഴി പ്രൊജക്റ്റ് ചെയ്ത് നടക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റോറേജ് സ്പേസസ് ഇല്ലാതെ എല്ലാം ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ച് അങ്ങനെയാണ് ഈ ഒരു ബെഡ്റൂമിനെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ സംഭവിച്ചു. തീർച്ചയായിട്ടും ഇത് തന്നെയായിരുന്നല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇഷ്ടംപോലെ സ്റ്റോറേജ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും എടുത്ത് അകത്ത് വെക്കാം, പുറത്തൊന്നും അധികം ഇടാതെ എല്ലാം എടുത്ത് വെക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. ചെറിയ ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മുടെ ഈ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 5 പേരടങ്ങുന്ന ഫാമിലിയാണ്. അതൊരു ചെറിയ കാര്യമായി പോയോ? ബെഡ്റൂം ചെറുതായത് ഇല്ല, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. കാരണം നമുക്ക് ബെഡ്റൂമിനകത്ത് അങ്ങനെ
ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന ഒരു രീതി നമുക്കില്ല. ഞങ്ങൾ രാത്രി കിടക്കാൻ വേണ്ടി മാത്രമാണ് ബെഡ്റൂം ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം കോമൺ സ്പേസസ് വലുതാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം പിള്ളേരും എല്ലാവരുമായിട്ട് ഞങ്ങൾ അങ്ങനെയാണ് പൊതുവേ ഇരിക്കാറും. അപ്പോൾ പിന്നെ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ബെഡ്റൂമും, ബാക്കി കോമൺ സ്പേസിൽ മാക്സിമം ടൈം എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അതെ അതെ. അപ്പം എല്ലാ ബെഡ്റൂംസും ഇങ്ങനെ തന്നെയാണ്. എല്ലാ ബെഡ്റൂംസും ഇങ്ങനെയാണ്. അതെ അതെ. പിന്നെ ബാത്റൂം എന്ന് പറയുമ്പോൾ ബാത്റൂം ഇങ്ങനെ നമ്മുടെ ഈ കിടക്കുന്ന അവിടെ തന്നെ ഒരു ഡോറ് വേണ്ടെന്നായിരുന്നു. ഇപ്പം നമുക്ക് ഹൈജീൻ ആസ്പെക്ട് വ്യൂ ഡയറക്റ്റ് ടോയ്ലറ്റിലേക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇവിടെ കൊടുക്കാതെ ഇങ്ങോട്ട് കൊടുത്തത്. പിന്നെ ഒരു അത്യാവശ്യം ഒന്ന് അയൺ ചെയ്യേണ്ടി വന്നാൽ ഒന്ന് പെട്ടെന്ന് എപ്പോഴും മുകളിലോട്ട് കയറാൻ പറ്റാതെ വരുമ്പോൾ മുന്നോട്ട് ഞങ്ങൾക്കൊന്ന് ഇവിടെ അതിനായിട്ടാണ് ഈ ഒരു സ്പേസ് TV സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവങ്ങളെല്ലാം നമുക്ക് വേണ്ട ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് മീറ്റ് ചെയ്ത് സംഭവങ്ങൾ കംപ്ലീറ്റ് നമ്മളുടെ ഈ ബാത്റൂമിനകത്ത് എന്ന് പറയുമ്പോൾ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. കോമൺ ആയിട്ട് തന്നെയാണ് വാൾ മൗണ്ടഡ് ക്ലോസറ്റ്സും വാഷ് ബേസിൻസും കൊടുത്തിരിക്കുന്നു. പിന്നെ എന്താണ് മാഡം അവിടെ ഇങ്ങനെ ഒരു സിറ്റിംഗ് സ്പേസിന്റെ ഒരു സംഭവം? ഒന്ന് നമുക്ക് അത്യാവശ്യം ഒന്ന് നനച്ചിടാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് നനയ്ക്കാനുള്ളതൊക്കെ ഇതിലങ്ങ് വേഗം ചെയ്ത് അന്ന് തന്നെ അങ്ങ് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ മുന്നോട്ടൊക്കെ നമുക്ക് ഒന്ന് എണ്ണയൊക്കെ ഇട്ടൊന്ന് ഇരിക്കണമെങ്കിലോ ഒന്ന് ഷാമ്പു ഇടണമെങ്കിലോ ഒക്കെ ഒരു സൗകര്യം മുന്നോട്ട് സാധാരണ നിലയിൽ പണ്ടത്തെ ബാത്റൂമുകളിലെല്ലാം ഈ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇത് വലിയ കോസ്റ്റ് ആവുന്ന കാര്യമല്ല. കാര്യം കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഒരു ബ്രിക്ക് വർക്ക് കൂടെ ചെയ്യുന്ന മേസനോട് പറഞ്ഞാൽ അത് ചെയ്തു പോകും. ഞങ്ങൾക്കത് ഭയങ്കര യൂസാണ്. ഞങ്ങൾക്ക് നല്ല യൂസാണ് അത്. എല്ലാവർക്കും അഡോപ്റ്റ് ചെയ്യാൻ ഒന്നിരിക്കാനും ഒക്കെ ഒരു സൗകര്യം. ചെറിയൊരു ചെയ്തിട്ടുണ്ട്. ഒരു ടൈൽ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു 2 ഇഞ്ചിന്റെ ഡ്രോപ്പ് എല്ലാ വീട്ടിലും അങ്ങനെ മസ്റ്റായിട്ട് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് റിട്ടേൺ വെള്ളം വരരുത് ഇങ്ങോട്ട്. ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ നമുക്കൊരു പൈപ്പ് ഓവർഫ്ലോ ആവാണ്, അങ്ങനെയാണെങ്കിൽ രാവിലെ നോക്കുമ്പോഴായിരിക്കും ഇത് മൊത്തം വെള്ളം നിറഞ്ഞു കിടക്കുന്ന അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് 2 ഇഞ്ചിന് മിനിമം ഡ്രോപ്പ് കൊടുക്കുക. വെറ്റ് ഏരിയയിൽ ടൈൽ ഡ്രോപ്പ് ഈസ് ഫൈൻ. ഞങ്ങൾ ഗ്ലാസ് പാർട്ടീഷൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രയാസമൊക്കെ മുന്നോട്ട് ആലോചിച്ചപ്പോൾ മെയിൻ്റനൻസ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ആ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ഒന്ന് തിരിച്ചാൽ മാത്രം മതി, ഗ്ലാസ് പാർട്ടീഷൻ ആയിട്ട് വേണ്ടാന്ന്. മുന്നോട്ട് ക്ലീനിങ് മാക്സിമം കുറയ്ക്കുക എന്നുള്ള കുറച്ചുകൂടെ സ്പേസ് ഉള്ള സ്ഥലങ്ങളിൽ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. അല്ല, അതിലും ഉപരി വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ആർക്കിടെക്റ്റിന്റെ ജോലി. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് മുന്നോട്ട്. ഞാനത് എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമാണ്. ഈ കല്യാണം കഴിക്കുന്ന ദിവസം മാത്രമാണ് ക്യാമറാമാൻമാർക്കും നാട്ടുകാർക്കും എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻസ്. ഈ ഭയങ്കര സംഭവമായിട്ട് ഈ വീടിന്റെ പാലുകാച്ച ദിവസവും ആൾക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നവർ വരികയും കാണുകയും ചെയ്യുന്ന ആ ഒരു സംഭവം. അതിനുശേഷം ഇത് താമസിക്കുന്ന ആൾക്കാർക്കാണ് അത് മാക്സിമം ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ അത് മിനിമം ആക്കി കൊടുക്കുന്നതാണ് ഏറ്റവും സൂപ്പർ സംഭവം, അല്ലേ? തീർച്ചയായിട്ടും. ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഓരോ ISI ആണുള്ളത്. സ്ട്രക്ചറൽ ട്യൂബ്സിന് IS 4923 അതുണ്ടോ നോക്കണം. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ റൂഫിംഗ് ആൻഡ് ആക്സസറി സ്റ്റോർ VGCB മലപ്പുറം. ഇവിടെ നമ്മൾ ഇനിയിപ്പോൾ മുകളിലേക്ക് പോവുകയാണ്. ഇവിടെ ഇതുവരെ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ലാത്ത സ്പെഷ്യൽ ടൈപ്പ് ഹാൻഡ് റെയിൽ, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഹാൻഡ് റെയിൽ. ഇത് എങ്ങനെയായിരുന്നു ആനന്ദേ ഇതിലേക്ക് വന്നത്? നമ്മളിത് കൊടുത്തിരിക്കുന്നത് GI ട്യൂബ്സിലാണ് ചെയ്തേക്കുന്നത്. 3/4 ഇഞ്ചിന്റെ ട്യൂബ്സിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. താഴത്തെ സ്റ്റെപ്സിനും മുകളിലത്തെ സ്റ്റെപ്സിനും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരുമിച്ച് ഒറ്റ ഒരു ഹാൻഡ് റെയിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ലേബർ കോസ്റ്റ് ലാഭം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓരോ സ്റ്റെപ്സിലും ഡ്രിൽ ചെയ്യുക, അങ്ങനെ എടുക്കുക എന്നുള്ള ആ ഒരു ഹെക്ടിക്നെസ് നമുക്ക് ഒഴിവായി കിട്ടും. അത് വളരെ 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 പെർഫെക്റ്റ് ആണ്. ഇത് വളരെ നല്ലൊരു സംഭവമാണ്, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അത് മാത്രമല്ല സ്ട്രെങ്തി സംഭവമാണ്. അല്ലേ? നമ്മുടെ താരം ഗിത്താറുമായിട്ട് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇദ്ദേഹമാണ് സേറ. ഈ വാങ്ങിച്ചേക്കുന്ന എല്ലാം ഈ കിട്ടിയേക്കുന്ന ട്രോഫിയൊക്കെ അറിയാം? നിങ്ങൾ 3 പേരുടെ വാങ്ങിച്ചു കൂട്ടിയാണ് ഇത്രയും. അപ്പൊ ഇനിയും കുറച്ചുകൂടെ മറ്റേ എല്ലാരും കൂടെ കുറച്ചുകൂടെ വളർന്നു വരുമ്പോഴത്തേക്ക് ഇത്രയും പോരാലോ നമ്മുടെ സ്റ്റോറേജ് സ്ഥലം. ഒരുപാട് നല്ലതായിട്ട് വരട്ടെ. ഒന്ന് വായിച്ചു കേൾക്കട്ടെ. Put your makeup on, get your nails done, curl your hair, run the extra mile, keep it slim so they like you. Do you like you?
Get your sexy on, don't be shy, girl. Take it off. This is what you want to belong, so they like you. Do you like you? You don't have to try so hard. You don't have to get it till you break. You just have to get up, get up, get up, get up. You don't have to change a single thing. You don't have to try so hard. You don't have to bend until you break. You just have to get up, get up, get up, get up. You don't have to change a single thing. You don't have to try, 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 try. You don't have to try, 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 try. You don't have to try, 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 try. You don't have to try. You don't have to try. കലക്കി. ഒരുപാട് നല്ല രീതിയിൽ വരട്ടെ മോളെ. സൂപ്പറാണ് പാട്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ബാലൻസ് ഉള്ള സ്പേസ്, അതായത് മുകളിലെ അപ്പർ ലിവിങ് മൾട്ടിപർപ്പസ് സ്പേസ്. അപ്പോൾ ഈ മൾട്ടിപർപ്പസ് ഏരിയയിൽ ഇവിടെ നമ്മളൊരു ഹോം തിയേറ്ററും സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്പീക്കേഴ്സും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട്. പിന്നെ മുകളിൽ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ടഫൻ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ലെയർ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. വാക്യൂം സ്പേസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 80% ഹീറ്റ് കട്ട് ചെയ്യും. സൺലൈറ്റ് നമുക്ക് നേരെ കിട്ടുക എന്നുള്ള പർപ്പസ് ആണ്. പക്ഷെ അധികം ചൂട് ഫീൽ ചെയ്യത്തില്ല. സാൻഡ്വിച്ച് ഗ്ലാസസ് ആണോ? സാൻഡ്വിച്ച് ഗ്ലാസസ് ആണ്. ഓക്കെ. സാൻഡ്വിച്ച് ഗ്ലാസസ് ആകുമ്പോൾ ഇത് പൊട്ടിക്കാനും പറ്റില്ല, പൊട്ടിക്കാൻ വളരെ പ്രയാസമാണ്. പിന്നെ പൊട്ടിക്കണം എന്നുള്ളവർക്ക് പൊട്ടിക്കാം. വീട് തുറന്ന് കയറുന്നത് പിന്നെ എൻ്റെ ഗ്ലാസ് പൊട്ടിക്കാൻ പറ്റാതെ. അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ എങ്കിലും ഇന്നുള്ള കാലഘട്ടത്തിൻ്റെ ഒരു പുതിയ ഇന്നോവേഷൻ, അത് വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഇത്രയും വൈഡ് ഏരിയ, ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. മൾട്ടിപർപ്പസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ സീറ്റിംഗ് സ്പേസ് ഇൻബിൽറ്റ് സീറ്റിംഗ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് പ്ലാന്റർ ബോക്സസ് ഇൻ ബിറ്റ്വീൻ, കുറച്ച് പച്ചപ്പും കൂടെ ഇടയ്ക്ക് വരാത്ത രീതിയിൽ. ഇതൊരു പ്രൊഫഷണലി സെറ്റ് ഹോം തിയേറ്റർ അല്ല, പക്ഷെ ഒരു മൾട്ടിപർപ്പസ് ഹോളിന് നമുക്ക് അത്യാവശ്യം അക്യൂസ്റ്റിക്സ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിലുള്ള സറൗണ്ട് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഒരു പ്രൊഫഷണൽ ഹോം തിയേറ്റർ തന്നെ ആണെന്ന് നിർബന്ധമില്ല. പിന്നെ ഇതൊരു ഗെയിംസ് ഏരിയ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ടേബിൾ ടെന്നീസ് ഒക്കെ കൊണ്ടുവരാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അവിടെ ഒരു യോഗ സ്പേസ്, ഒരു ചെറിയൊരു ഊഞ്ഞാല്, അവിടെ ഒരു ജോഡ സ്റ്റഡി ടേബിൾ ആണ്, ശരിക്കും മീൻസ് സ്റ്റഡി സ്പേസ് ആണ്. പുള്ളിക്കാരൻ കിടന്ന് ഉറങ്ങുന്നത് ഇവിടെ തന്നെയാണ്. അതെ അതെ. ഇത് ബർത്ത്ഡേ അല്ലേ? അത് മൂത്തയാളുടെ. അതെ അതെ. അപ്പം ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ പറയാം. നമ്മളുടെ ഈ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അവന്റെ ഹാപ്പി ബർത്ത്ഡേ വിഷസ്. താങ്ക് യു. ഇത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട ഫെറോകോൺ ജാളീസ്. ഇതപ്പോൾ ഷീറ്റ് മോഡലാണ് വരുന്നത്. ഇത് സ്ട്രക്ചറിൽ നമ്മൾ കണക്ട് ചെയ്യാണ്, അല്ലാതെ മറ്റേതുപോലെ പിടിപ്പിക്കേണ്ട ഓരോ പീസ്, ഓരോ ജാളി പീസായിട്ട് സ്ക്വയർ പീസായിട്ടല്ല, ഈ രീതിയിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു വളരെ രസമുള്ള ഒരു വിൻഡോസ്, പിവറ്റഡ് വിൻഡോസ് ഇപ്പോൾ ഉള്ള പുതിയ ഒരു സംഭവമാണ്. അതായത് ഒരു സിംഗിൾ ലെയറിൽ കംപ്ലീറ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന പിവറ്റഡ് വിൻഡോസ് സ്കോപ്പും കൊടുത്തിട്ടുണ്ട്. എല്ലാ വിൻഡോസും ഒരേ രീതിയിൽ കണക്ട് ചെയ്തിട്ടാണ് ഇതിനെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ഓപ്പൺ ഫീൽ കിട്ടും. ഇവിടെ നിന്നാണ് മെയിൻ വെന്റിലേഷൻ ഇൻലെറ്റ് ഇവിടെ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൊടുത്ത് ക്ലോസ് ചെയ്തതിന്റെ പുറകെ അക്രിലിക് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം മസ്കിറ്റോസ് കാര്യങ്ങളൊന്നും അങ്ങനെ കയറത്തില്ല. പിന്നെ ലോക്കിംഗ് സിസ്റ്റവും നമ്മൾ ആ സൈഡിലും ഇവിടെ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എഫക്റ്റീവായിട്ട് ലോക്ക് ചെയ്യാനും പറ്റും. വളരെ ഭംഗിയായിട്ട് ഈസിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എല്ലാം കൊണ്ടും ആർക്കിടെക്ചറൽ എലമെന്റ്സ് കൊണ്ട് കുത്തി നിറച്ചിരിക്കുകയാണ്. പല പല കാര്യങ്ങൾ എവിടെ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഒരു സ്കോപ്പ് ഇട്ട് വളരെ വണ്ടർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർക്കുകൾ ചെയ്യാൻ താങ്കൾക്ക് കഴിയട്ടെ. ഇതുപോലുള്ള നല്ല ക്ലയൻസിനെയും കിട്ടട്ടെ. റയർ പീസുകളല്ലേ. അപ്പം രണ്ടുപേരുടെയും ആദ്യം എൻ്റെ നന്ദി ഞാൻ പറയട്ടെ. എനിക്ക് ഇത്രയും സമയം നിങ്ങളുടെ വീട് ഒഴിച്ചിട്ട് എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ച് എൻ്റെ കൂടെ നിന്ന് ഈ വീഡിയോയ്ക്ക് വേണ്ടി സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ഒരുപാട് അങ്ങേയറ്റത്ത് നന്ദി പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഓണ്ടർപ്രണറാണ്, ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു പ്രൊഫഷണൽ വ്ളോഗർ ഒന്നും അല്ല, അതുകൊണ്ട് വ്ളോഗിംഗ് ഒന്നും എനിക്ക് വലിയ ഡീപ്പായിട്ടൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ പേജ് കണ്ടിട്ടാണ് ആനന്ദിനെ കണക്ട് ചെയ്തത്. അപ്പോൾ അത് വളരെ എന്താ പറയാ സന്തോഷം. ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ആവാണ്. ഓൾമോസ്റ്റ് 1 ഇയർ മുന്നേ കണ്ടിട്ട് കണക്റ്റഡ് ആയെന്ന് പറയുന്നത്. അപ്പോൾ അതും ഉള്ളിൽ സന്തോഷം. കാര്യം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ നമ്മൾ വേറൊരാൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ്. മെയിൻലി ഞാനൊരു ബിസിനസ്സുകാരനാണ്, ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ട്രേഡാണ്. VGC ബീന പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്. കഴിഞ്ഞ 41 ഇയേഴ്സായിട്ട് മാർക്കറ്റിലുള്ള ഒരു ബിസിനസ് ഫേമാണ്. അതും വലിയ കുഴപ്പമില്ലാതെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകുന്നു.
അപ്പം ഈ വീട് ചെയ്യാൻ വിളിച്ചതിന് ആനന്ദിനും അങ്ങേയറ്റം നന്ദി. അപ്പോൾ നമ്മളുടെ ഈ മനോഹരമായ വീടും ഈ സുന്ദരമായ ആംബിയൻസും ഇതേപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ് കൊണ്ട് കുത്തി നിറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ മനോഹരമായ വീട് കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യണം. ഇതിൽ വ്യക്തമായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടണം. പിന്നെ മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ റീഡ് ബൈ വിഷ്ണു വിജയൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.